ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഞാൻ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്തു. കൊച്ചിയിൽ നിന്നും കോഴിക്കോടേക്ക് ടെമ്പററി ആയിട്ട് കുറച്ച് നാളത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഷിഫ്റ്റിങ്ങും നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു വീട് മാറുമ്പോൾ അതൊരു ഡിസ്ട്രിക്റ്റും കൂടെ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പഠിച്ച ചില പാഠങ്ങൾ, അത് ഞാൻ ഇപ്പോഴെന്നുള്ളതല്ല, ഞാൻ എത്രയോ വർഷം കൊണ്ട് പഠിക്കുന്നതാണ്. എന്നിട്ടും പാസ്സാകാത്ത ഒരു കാര്യമാണ്. പഠിച്ച് പാസ്സാകില്ല എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ എത്ര പഠിച്ചാലും നമ്മൾ മനസ്സിലാക്കാത്ത ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ആവശ്യമില്ലാതെ വാങ്ങിച്ചു കൂട്ടിയ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചു പോയത്. പ്രത്യേകിച്ചും ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും നമുക്ക് കൊടുക്കാനും, പരിചയക്കാരും അങ്ങനെ ഇങ്ങനെയൊക്കെ. നമ്മൾ കൊച്ചി പോലെ ഒരു വലിയൊരു സിറ്റിയിൽ ആരെയും പരിചയമില്ലാത്ത ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന സമയത്ത് നമുക്ക് ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഓരോ വീട് മാറുമ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യവും, ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർഗനൈസ്ഡ് ആകും. അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറേ മാറ്റാൻ ഞാൻ ആ അവസരം ഉപയോഗിക്കാറുണ്ട്. ഞാൻ സോർട്ട് ചെയ്യും. ഒരു 6 മാസം ഉപയോഗിക്കാത്ത ഒറ്റ സാധനങ്ങൾ പോലും ഞാൻ പുതിയൊരു വീട്ടിലേക്ക് കൊണ്ടുവരത്തില്ല. കാര്യം നമുക്ക് 6 മാസത്തേക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അതിൻ്റെ ഒരാവശ്യവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ 6 മാസത്തിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയാണ്. എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക. പിന്നെ ഇത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലിയെല്ലാം എളുപ്പമായി. പ്രത്യേകിച്ച് കിച്ചൺ സാധനങ്ങൾ ഓരോ ദിവസവും ഓരോരോ കട്ടറുകൾ, ചോപ്പറുകൾ, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ പുതുതായിട്ട് ഇറങ്ങുമ്പോൾ ഓരോന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് ഇനി നാളെ തൊട്ട് നമ്മളുടെ കിച്ചൺ ഡ്യൂട്ടി എല്ലാം ഭയങ്കര എളുപ്പമായിരിക്കും. ഈ മൊപ്പുണ്ടെങ്കിൽ നാളെ തൊട്ട് ക്ലീനിങ് വളരെ നന്നായി എളുപ്പത്തിൽ നടക്കും. അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളോടും നമുക്കോരോ അഭിനിവേശമാണ് അത് വാങ്ങിച്ചു കൂട്ടാനായിട്ട്. അത് 1-2 തവണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ട് നമ്മളുടെ ലൈഫിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്നുള്ളത്. പിന്നെ ഇതെന്ത് ചെയ്യും, നമ്മൾ എവിടെയെങ്കിലും അങ്ങ് വെച്ചേക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് നമ്മൾ സ്വന്തം വീടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം അവിടെ തന്നെ ഇരിക്കും. പക്ഷെ വാടക വീടാകുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ സാധനം കാണുമ്പോൾ നമ്മൾ അയ്യോ ഇതിന് എന്ത് ചെയ്യാൻ, ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, അതല്ല എങ്കിൽ കളയാം എന്ന് വിചാരിക്കും. നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ എന്തോരം പൈസയാണ് പാഴ്ചെലവ് ചെയ്ത് കളയുന്നത് ഓരോ വർഷവും എന്നുള്ളതാണ്. ഇപ്പം ഇതാ ഓണം വന്നെത്തിയിരിക്കുന്നു. ഈ ഓണത്തിനാണെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ഡ്രസ്സ് ഐറ്റംസ്. നമ്മൾ സ്ത്രീകൾക്ക് പൊതുവേ ഡ്രസ്സുകളോട് ഭയങ്കര കമ്പമാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഡിസ്കൗണ്ടിൽ തുണികൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി വാങ്ങും. ഈ വാങ്ങിച്ചു കൂട്ടുന്നത് ഒരു കയ്യും ഇല്ല കണക്കും ഇല്ല എന്നുള്ളതാണ്. നമുക്കെന്തോ ഒരു കല്യാണത്തിന് ഒരു സാരി ഉടുത്തിട്ട് അടുത്ത കല്യാണത്തിന് സെയിം സാരി തന്നെ ഉടുക്കാൻ നമുക്കെന്തോ ഒരു മോശം പോലെയാണ്. നമ്മൾ വിചാരിക്കുന്നത് ആൾക്കാരൊക്കെ നമ്മളെ അയ്യോ ഇത് ഈ കഴിഞ്ഞ കല്യാണത്തിന് ഉടുത്ത സാരിയല്ലേ, വീണ്ടും അവൾ ഈ സാരി തന്നെ ഉടുത്തിട്ട് വന്നോ എന്ന് നമ്മളെ ജഡ്ജ് ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരും മറ്റുള്ളവരുടെ സാരിയെക്കുറിച്ച് ചിന്തിക്കുമെന്ന് തന്നെ അറിയില്ല. കാര്യം എല്ലാവരും അവരവരുടെ സാരി, അവരവരുടെ മേക്കപ്പ്, അവരവരുടെ ഓർണമെൻറ്റ്സ് അതിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെയൊക്കെ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കും. ഈവൻ അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? അങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്.
സത്യത്തിൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ ശരിക്കും റീയൂസ് ചെയ്യുക തന്നെ വേണം. ഒരു കല്യാണത്തിന് ഉടുത്ത സാരി തന്നെ അടുത്തൊരു കല്യാണത്തിന് ഉടുത്തു എന്ന് വെച്ചും, ഒരു ഫംഗ്ഷൻ ഉടുത്ത ഒരു ഡ്രസ്സ് അടുത്ത ഫംഗ്ഷന് ഉടുത്തു എന്ന് വെച്ചിട്ടും ഒന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് മെച്ചം ഉണ്ടാകും. പണ്ട് കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഞാൻ 8, 9, 10 ഈ 3 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആകെ ആ വർഷത്തിൽ 2 യൂണിഫോമാണ്. ഈ 3 വർഷത്തിനും കൂടി എനിക്ക് ആകെ ഉണ്ടായിരുന്നത് 2 യൂണിഫോമാണ്. കാര്യം 8ാം ക്ലാസ്സിൽ നമുക്ക് യൂണിഫോം ഫുൾ സ്കേർട്ടാക്കും. ഫുൾ സ്കേർട്ടും ഷർട്ടും ആണ് 8ാം ക്ലാസ്സിലെ യൂണിഫോം. അപ്പോൾ പുതുതായിട്ട് 2 ജോഡി വാങ്ങുന്നു. അത് കഴിഞ്ഞ് അത് തന്നെയാണ് എല്ലാ വർഷവും 2 വർഷം കൂടുമ്പോൾ നമുക്ക് യൂണിഫോം പുതിയത് വാങ്ങി തരുവുള്ളൂ. ഇത് 8th, 9th നമ്മൾ ഒരേ യൂണിഫോം ഇട്ട് 10ാം ക്ലാസ് ആയപ്പോൾ പിന്നെ ഈ ഒരു വർഷവും കൂടിയല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാ യൂണിഫോം അനാവശ്യമായിട്ട് എടുത്ത് കളയുന്നതെന്ന് വെച്ചിട്ട് വീണ്ടും അടുത്ത വർഷം. അപ്പം നമ്മുടെ ഇറക്കമൊക്കെ കുറഞ്ഞു. നമ്മൾ പൊക്കം വെച്ചപ്പം സ്വാഭാവികമായിട്ട് സ്കേർട്ടിന് ഇറക്കം കുറഞ്ഞു. ഇറക്കം കുറയുമ്പോൾ എന്താ ചെയ്യുക? അടിവശത്ത് ഒരു പട്ട പീസ് വെച്ച് ഇറക്കം കൂട്ടിത്തരും. അന്ന് നമുക്കതൊരു കോംപ്ലക്സ് ആയിട്ട് തോന്നാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. എല്ലാവരും ഈ ഒരു രീതിയിലായിരിക്കും, 2 യൂണിഫോം ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപൂർവ ആൾക്കാർക്ക് മാത്രമാണ് വർഷാവർഷം യൂണിഫോം ഒക്കെ എടുക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഒരു വർഷം തന്നെ എത്ര യൂണിഫോമാണ്, 5 ദിവസം ഇടാൻ 5 ജോഡി ഡ്രസ്സാണ്. ഇത് തന്നെ ഇടയിൽ വെച്ച് ചീഞ്ഞു പോയി, മുഷിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മാറ്റി പുതിയ യൂണിഫോം എടുക്കുന്നു അല്ലേ? അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടം. പണ്ട് കാലത്ത് അങ്ങനെയല്ല. അന്ന് ഓണം വരുമ്പോൾ ഓണക്കോടി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഓണക്കോടി വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഓണക്കോടി എന്ന് പറയുന്നത്. അത് കാത്തിരുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് ഓണക്കോടി എടുക്കാൻ പോകുന്ന അയൽവക്കത്തെ ചേച്ചിമാരും നമ്മളും എല്ലാവരും കൂടെ സിറ്റിയിൽ പോയി ഓണക്കോടി എടുക്കാൻ പോകുന്നതൊക്കെ ഒരു ആഘോഷമാണ്. ആ സമയത്ത് മാത്രമാണ് നമുക്ക് നല്ലൊരു ജോഡി ഡ്രസ്സ് കിട്ടുക എന്നുള്ളത്. ഇന്ന് ഓണക്കോടി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ല. ഓണത്തിന് 10ഉം 12ഉം ഡ്രസ്സുകളാണ് എടുക്കുക. ഓരോരോ അവിടെ ഓണം, ഇവിടെ ഓണം, അങ്ങനെ ഓണം, ഇങ്ങനെ ഓണം, റെസിഡൻഷ്യൽ അസോസിയേഷൻ വക ഓണം, അപ്പം ഓണക്കോടി, അങ്ങനെ നമ്മൾ ഡ്രസ്സുകൾ എടുത്ത് കളിക്കാറുണ്ട്. ഡ്രസ്സുകൾ മാത്രമല്ല, ബാക്കി ഓർണമെൻറ്റ്സ് ആയാലും എല്ലാം എടുത്ത് നമ്മൾ എടുക്കാറുണ്ട്. നല്ലതല്ല എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ ഡ്രസ്സിങ് നമുക്ക് ശരിക്കും കോൺഫിഡൻസ് തരുന്ന ഒന്നാണ്. ശരിക്കും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നന്നായിട്ട് പോകുമ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഒരുപാട് വർദ്ധിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ബുദ്ധിപരമായിട്ടാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ പൈസ കൂടുതൽ സ്പെൻഡ് ചെയ്തല്ല നമ്മൾ ആ ഒരു ലെവലിലേക്ക് വരേണ്ടത്. നമ്മൾ വളരെ തുച്ഛമായ പൈസയ്ക്ക് എങ്ങനെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, നല്ല രീതിയിൽ നമ്മൾ മേക്കപ്പ് ഇടുക, നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യിപ്പിക്കുക മറ്റുള്ളവരെ എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡിങ് ചെയ്യുന്ന എമൗണ്ട് കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ ഒരു രീതിയിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഐറ്റംസ് കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുക. ഇപ്പോൾ പട്ടുസാരി, ഈ പട്ടുസാരിയൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എത്ര തവണയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക അല്ലേ? അതേസമയം സാധാ ഒരു സാരി ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് എത്ര വേണേ ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള തുണികൾ എടുക്കാനും, അതുപോലെ നമുക്ക് എന്ത് സാധനം നമ്മൾ വാങ്ങിയാലും നമ്മളൊരു 10 തവണ ആലോചിക്കണം, ഇത് നമുക്ക് വേണമോ, ഇത് നമുക്ക് ആവശ്യമുണ്ടോ, ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണോ എന്ന് നമ്മൾ ഒരു 10 തവണ ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മളൊരു സാധനം വാങ്ങാൻ തീരുമാനിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ പൈസയ്ക്കും അതിൻ്റേതായ വിലയുണ്ട്. കാര്യം പൈസയൊന്നും വെറുതെ കിട്ടുന്നതല്ല. പൈസ നമ്മൾ ഹാർഡ് ഏൺ മണി ആണെങ്കിലും അതല്ലാതെ സ്മാർട്ട് മണി ആണെങ്കിലും നമ്മുടെ കയ്യിലേക്ക് പൈസ വരുന്നതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം.
പൈസ എന്ന് പറയുന്ന എനർജിയാണ്. ആ എനർജിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ ആ എനർജി നമ്മളുടെ കൂടെ നിൽക്കുകയുള്ളൂ. നമ്മൾ അനാപത്തായിട്ട് പൈസ ചിലവാക്കി കഴിഞ്ഞാൽ പൈസ നമ്മുടെ ഒപ്പം നിൽക്കില്ല. അതുകൊണ്ടാണ് ധൂർത്തരുടെ കൂടെ പൈസ നിൽക്കില്ല എന്ന് പറയുന്നത്. ധൂർത്ത് കാണിക്കുന്നവരുടെ കൂടെയും പിശുക്കരുടെ കൂടെയും പൈസ നിൽക്കില്ല. രണ്ട് കൂട്ടരുടെ കൂടെയും പൈസ നിൽക്കില്ല. പൈസ അതിൻ്റേതായ ഒരു എനർജി ലെവലിലുള്ള ആൾക്കാരുടെ കയ്യിലാണ് പൈസ നിലനിൽക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും ഓരോ രൂപ ചിലവാക്കുമ്പോഴും റെസ്പെക്റ്റോടുകൂടി പൈസയെ ബഹുമാനിച്ചുകൊണ്ട് ചിലവാക്കുക. അപ്പം അതെനിക്കും കൂടെ പാടാണ്. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കും കൂടി ചേർത്തിട്ടാണ് കേട്ടോ. ഞാനും ഇങ്ങനെ ധാരാളം ദൂർത്തടിച്ചിട്ടുള്ള ഒരാളാണ്. മേ ബി അതുകൊണ്ടായിരിക്കും എൻ്റെ കൈവശവും പൈസയൊന്നും ഉണ്ടാകാതിരുന്നതെന്ന് ഇന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇന്ന് ഞാനൊരു സാധനം വാങ്ങുമ്പോൾ ഒത്തിരി ആലോചിക്കും, ഇത് വേണോ, ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എനിക്ക് എന്നുള്ളത് ഞാൻ ഇന്ന് ആലോചിക്കാറുണ്ട്. അതുപോലെ ഇന്ന് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് അങ്ങനെ ഞാൻ ഇന്ന ഡ്രസ്സേ ഇടുകയുള്ളൂ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മറ്റുള്ളവരെന്ത് വിചാരിച്ചാലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് കുറച്ച് ലൂസായിട്ട്, എനിക്ക് കുറച്ച് ഞാൻ മെനപ്പോസ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒട്ടും ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ഇഷ്ടമേ അല്ല. അതെനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ ശരീരത്തിനും എൻ്റെ ഹെൽത്തിനും എൻ്റെ മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തായിരിക്കും ഞാനൊരു ഡ്രസ്സ് എടുക്കുക. അതിൽ മറ്റുള്ളവർ എങ്ങനെ എന്നെ കാണുന്നു എന്ന് ഞാൻ ചിന്തിക്കാറേ ഇല്ല. എൻ്റെ കോൺഫിഡൻസാണ്, എൻ്റെ സൗകര്യമാണ് ഞാൻ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് പൈസയെ റെസ്പെക്റ്റ് ചെയ്ത് ചിലവാക്കാൻ ഞാൻ പഠിച്ചു തുടങ്ങി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ പഠിച്ചു തുടങ്ങുക. ഗ്രാജുവലി നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം നിങ്ങൾക്ക് ഔചിത്യബോധത്തോടെ ബുദ്ധിപരമായിട്ട് നിങ്ങളുടെ ഓരോ രൂപയും ചിലവാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.